ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസിൻ്റെയും മാളികപ്പുറം എന്ന് പറഞ്ഞ ഫിലിമിലെ കുഞ്ഞു മോളുടെയും ആ സ്മാർട്ടായിട്ടുള്ള മോളുടെയും ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു കേട്ടോ. അതിൽ ഈ ചെറിയ പ്രായത്തിലുള്ള ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ നമുക്ക് സങ്കടമൊക്കെ ഉണ്ടാവില്ലേ എന്നിങ്ങനെ ഒരു ടോക്ക് പറയുന്നതിൽ അതിൽ ധ്യാനും ആ ആങ്കറും കൂടെ ഈ ചെറിയ പ്രായത്തിലേക്ക് ഇത്ര സങ്കടങ്ങളോ, നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ മറ്റേ ചിക്കൻ്റെ ലെഗ് പീസ് കിട്ടാത്തതിനൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെയാണ് എന്തൊക്കെയാണ് സങ്കടങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചെറിയ പ്രായത്തിൽ സങ്കടങ്ങളോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം, നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുണ്ടാവില്ലേ, നമ്മൾ വിചാരിക്കും അവർക്കൊന്നും ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലയെന്ന്. എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ എനിക്കൊന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പക്ഷേ എനിക്കൊരു 6th 7th കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഓർമ്മ. പക്ഷേ അതുവരെയുള്ള പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഐ മീൻ ആ സീൻ വരില്ല, നമുക്കിപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്ത് കാണാൻ പറ്റുന്ന പോലെ ആ സമയത്ത് നമ്മൾ എങ്ങനെ ഇരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ഓർമ്മയുണ്ട് കേട്ടോ. ഒരു എക്സാമ്പിളായിട്ട് പറയാം, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് തുടങ്ങിയിട്ട്. ആ ഒരു കുട്ടിയെടുത്ത് അവൾക്ക് തിരിച്ചും എനിക്ക് അവളോടത്ത് ഒരു ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇടയിലേക്ക് ഒരു വില്ലത്തി എന്ന രീതിയിൽ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഒരിക്കലും അവളെ എൻ്റെ അടുത്ത് മിണ്ടാനോ സംസാരിക്കാനോ സമ്മതിക്കാറില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നതും അവൾക്ക് ഇഷ്ടമല്ല. കാരണം അവൾക്കാവണം ആ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു രീതിയിൽ ഇഗ്നോർ ചെയ്യാനും നമ്മുടെ ഒരു കണക്ഷനെ ഒരിക്കലും സമ്മതിക്കാതെ വിട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൻ്റെ വഴിയാണ് ഇവർക്കും പോകേണ്ടത്, എനിക്കിഷ്ടമുള്ള ഫ്രണ്ടിനെ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഉച്ച നേരത്ത് നമ്മൾ ഒന്നിച്ച് പോകാൻ മാത്രം നമ്മൾ കാത്തിക്കും കേട്ടോ. കാരണം ആ ഒരു സമയം മാത്രമേ നമുക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംസാരിക്കാനോ പോകാനോ പറ്റുള്ളൂ. അങ്ങനെ അവൾ കാണാതെ അവൾ ചെയ്യുള്ളൂ, കാരണം അവളെ ഇഷ്ടമാണ്. അപ്പം ആ ഒരു പെയിൻ ഉണ്ടല്ലോ എനിക്കുണ്ടാക്കിയേ, കാരണം അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, എനിക്ക് അവളെ ഇഷ്ടമാണ്. ഞങ്ങളെ കൂട്ടുകൂടാൻ സമ്മതിക്കാത്ത ഒരാൾ അതിൻ്റെ ഇടയിൽ കിടന്ന് നമ്മളെ വല്ലാതെ വെറുപ്പ് മുട്ടിക്കുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ. എന്നിട്ട് ഒരു പാവം കുട്ടിയാണ്, കാരണം ഒന്നും റിയാക്ട് ചെയ്യില്ല കേട്ടോ ഞാൻ. അതുകൊണ്ട് ഞാനായാലും അവളായാലും അപ്പം നമുക്കൊരിക്കലും ചേരാൻ പറ്റാതെ പോയ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോഴും ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഭയങ്കര ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാക്കുന്ന ഒരാളല്ല. ഒരു പക്ഷേ അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ 1ാം ക്ലാസ്സിൽ സംഭവിച്ചൊരു കാര്യം കേട്ടോ. അന്ന് അത് സംഭവിച്ചതുകൊണ്ടാണോ പിന്നീട് എനിക്ക് അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഉണ്ടാക്കാൻ പറ്റാതെ പോയതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ഇങ്ങനത്തെ പെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ജീവിതകാലം മുഴുവൻ വലിയ വേദനയായിരിക്കും. കാരണം അത് നമുക്ക് സഫർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുഞ്ഞു മക്കളിൽ ഒരുപാട് ഇതുപോലത്തെ വിഷമങ്ങളുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മോളടുത്ത് സംസാരിക്കുമ്പോൾ എൻ്റെ കുട്ടി പൊട്ടിക്കറിഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലാസ്സിൽ സ്കൂളിൽ കുട്ടികൾ ഇതുപോലെ ട്രീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുന്ന പാരൻസ് ആണെങ്കിൽ അവരോട് ഇരുന്ന് സംസാരിച്ച് നോക്കണം, അന്നേരം മനസ്സിലാവുക. ഇപ്പം ഇത് ഞാൻ പറയുമ്പോൾ ഒത്തിരി പേര് ഇത് കേൾക്കുന്നവർക്ക് ഉണ്ടാവും ഒരുപാട് പെയിനുകൾ അല്ലേ. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അതിന് താഴെയായിട്ട്. നിങ്ങൾ ഈ ചെറിയ പ്രായങ്ങളിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ